സെപ്റ്റംബർ 6 വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. രാത്രി മുഴുവൻ ദൈവവുമായി സംവദിച്ച യേശു തീരുമാനവുമായി മലയിറങ്ങി വന്ന് 12 പേരെ തിരഞ്ഞെടുക്കുന്നു. ശിഷ്യരെ തിരഞ്ഞെടുക്കുവാനുള്ള അനുവാദത്തിനായി ദൈവത്തിൻ്റെ കയ്യൊപ്പ് വാങ്ങുന്ന യേശുക്രിസ്തുവിനെയാണ് നാം ഇന്ന് സുവിശേഷത്തിൽ കാണുന്നത്. നമ്മൾ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. അവയ്ക്ക് ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ കയ്യൊപ്പ് കിട്ടാൻ അവൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ ചിലവഴിക്കണം. ജീവിതത്തിൽ ഏത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പും പിതാവുമായി സംവദിക്കുന്ന ഈശോയുടെ മാതൃക നമ്മളും സ്വീകരിക്കണം. തിരുവചനത്തിൽ നാം വായിക്കുന്നു, ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചിലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാർ എന്ന പേര് നൽകി. ഇവിടെ അർത്ഥികളുടെ ഒരുക്കത്തേക്കാൾ ഗുരുവിൻ്റെ ഒരുക്കത്തിനാണ് പ്രാധാന്യം. വിളിക്കപ്പെടുന്നവനേക്കാൾ വിളിക്കുന്നവൻ്റെ ഒരുക്കം. വിളിക്കുന്നവന് ശരിയായ ഒരുക്കമുണ്ടെങ്കിൽ ഒരുക്കമില്ലാത്ത ഏതു ശിഷ്യനും താനെ പരുവപ്പെടും. പ്രാർത്ഥനയോടെ ആരംഭിച്ച പല കാര്യങ്ങളും ഇന്നും നിലനിൽക്കുന്നു. തീവ്രമായ നിരന്തരമുള്ള ഇടവിടാതെയുള്ള പ്രാർത്ഥന അടിത്തറയായി ലഭിച്ച എല്ലാ കാര്യങ്ങളും എല്ലാ സംരംഭങ്ങളും വിജയിക്കും എന്ന് കർത്താവ് ഉറപ്പ് തരുകയാണ്. പ്രാർത്ഥനയോടെ ആരംഭിച്ചതെല്ലാം നിലനിൽക്കുകയും വളർച്ച പ്രാപിക്കുകയും ചെയ്യും. എന്നാൽ അത്തരത്തിൽ അല്ലാത്തവയുടെ വളർച്ച മുരടിക്കുകയും അന്യനെന്ന് പോവുകയും ചെയ്യും. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിൻ്റെയും പിറകിൽ പ്രാർത്ഥനയുടെയും ഒരുക്കത്തിൻ്റെയും വ്യക്തിപരമായ പിതാവുമായുള്ള ബന്ധത്തിൻ്റെയും ആഴം വളരെ പ്രാധാന്യമുണ്ടെന്ന് ഇന്നത്തെ സുവിശേഷം നിസ്സംശയം വ്യക്തമാക്കുന്നു. ഇവിടെ ഇന്ന് സുവിശേഷത്തിൽ തന്നെ അയച്ചവനോടുള്ള ബന്ധത്തെ അയക്കപ്പെട്ടവൻ രാത്രി മുഴുവൻ പിതാവുമായി പ്രാർത്ഥനയിൽ ആയിരുന്നുകൊണ്ട് യേശുനാഥൻ വെളിപ്പെടുത്തിയപ്പോൾ അയക്കപ്പെടുവാനുള്ള, അതായത് ശിഷ്യർക്കുള്ള പ്രധാനവുമായ പാഠം വ്യക്തമാക്കുകയായിരുന്നു. ഇന്ന് ഈ ഒരുക്കത്തിൻ്റെയും വ്യക്തി ചൈതന്യത്തിൻ്റെയും പിൻബലമില്ലാതെ നടത്തപ്പെടുന്ന പ്രാർത്ഥനകളിൽ നമുക്കേവർക്കും ക്രിസ്ത്യ ശൈലി സ്വന്തമാക്കാനും ജീവിക്കാനുള്ള കടപ്പാട് കൂടി ഉണ്ട് എന്ന് തിരിച്ചറിയാൻ ഈ തിരുവചന ഭാഗം നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ഒരുക്കത്തോളമാവട്ടെ നമ്മുടെ ഒരുക്കം. അവൻ്റെ പ്രാർത്ഥനയോടൊപ്പം അത്രമാത്രം തീഷ്ണതയോടെ ഉള്ളതാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. നമുക്കതിനായി പരിശ്രമിക്കാം. നമ്മളൊരു പക്ഷേ അത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ടാകില്ല, എങ്കിലും നമ്മുടെ ഗുരുവിനെ ലക്ഷ്യമാക്കി നമുക്ക് പ്രാർത്ഥന തുടരാം. അവിടെ നിന്നാണ് ഏറ്റവും വലിയ മാതൃക. അവിടെ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.